നമ്മൾ ആദ്യം പോകുന്നത് ദേശീയ വാർത്തകളിലേക്കാണ്. അപ്പോൾ നാഷണൽ ഹെഡ്ലൈൻസ് നോക്കാം. രാജ്യത്ത് ടർക്കിഷ് ആപ്പിൾ ഇറക്കുമതി നിരോധിക്കണമെന്ന് ഹിമാചലിലെ കോൺഗ്രസ് നേതാവ് കുൽദീപ് സിംഗ് റാത്തോഡ്. പാകിസ്ഥാൻ തുർക്കി നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിച്ചുവെന്ന സ്ഥിരീകരണത്തിന് പിന്നാലെയാണ് റാത്തോഡിന്റെ പ്രതികരണം. 2023 തുർക്കി ഭൂകമ്പത്തിൽ ഇന്ത്യ കാണിച്ച മാനുഷിക പരിഗണനയോടുള്ള നയവഞ്ചനയാണിതെന്നും കോൺഗ്രസ് നേതാവ് ആരോപിച്ചു. സംസ്ഥാനത്ത് പരിസ്ഥിതി സൗഹൃദ വ്യവസായ യൂണിറ്റുകൾക്കായി പദ്ധതി ആവിഷ്കരിച്ച ഉത്തർപ്രദേശ് സർക്കാർ. വികസിത വ്യാവസായിക സംസ്ഥാന പദ്ധതിയുടെ ഭാഗമായാണ് പുതിയ പ്രഖ്യാപനം. 55 വ്യവസായ പ്ലോട്ടുകൾ പരിസ്ഥിതി സൗഹൃദമായി അനുവദിക്കാനാണ് നീക്കം. പാകിസ്ഥാനെ ഭീകരരാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന് രാജ്യസഭാ MP കപിൽ സിബൽ. രാജ്യം പൂർണ്ണമായും സർക്കാരിനൊപ്പമുണ്ടെന്നും പാകിസ്ഥാനുമായി ഒരു ബന്ധത്തിനുമില്ലെന്നും അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളോട് ഇന്ത്യ പറയണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജമ്മുകാശ്മീരിലെ അതിർത്തി മേഖലയിൽ അല്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്നു മുതൽ പ്രവർത്തനം തുടങ്ങും. ആശങ്ക പൂർണ്ണമായി വിട്ടുമാറാത്തതിനാൽ അതിർത്തിയിലെ സ്ഥാപനങ്ങൾ തുറക്കുന്ന കാര്യം പിന്നീട് തീരുമാനിക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. ജമ്മു, ശ്രീനഗർ അടക്കമുള്ള പ്രദേശങ്ങളിൽ നിർത്തിവച്ചിരുന്ന വിമാന സർവീസുകളും ആരംഭിക്കുന്നതായി എയർ ഇന്ത്യ. 100 കോടിയുടെ വായ്പാ തട്ടിപ്പിൽ റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പർ അനിൽ മിത്താസിനെ ഡൽഹി പോലീസ് അറസ്റ്റ് ചെയ്തു. ഉന്നതി ഗ്രൂപ്പ് ഉടമയായ മിത്താസ് ICICI ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത പണം ദുരുപയോഗം ചെയ്തെന്നാണ് കണ്ടെത്തൽ. ഇയാൾ ഇതിനു മുൻപ് സമാനമായ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെന്നാണ് അധികൃതരുടെ കണ്ടെത്തൽ.